السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിക്കണം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം എന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നമ്മുടെ ഹിദായത്തിനു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ ശരിയായ നിലക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാനുള്ളത്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ فَاتَّبِعُوهُ وَاتَّقُوا لَعَلَّكُمْ تُرْحَمُونَ. وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ, നിങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ബർക്കത്തുള്ള ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഫത്തബിഊഹു, നിങ്ങൾ ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം. ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ ചെയ്തേക്കാം, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം. ഈ ആയത്തിൽ നിന്ന് 2-3 പോയിന്റുകൾ നമുക്ക് ലഭിക്കും. ഒന്നാമത്തേത്, നമ്മളിലേക്ക് അവതീർണമായ ഈ ഗ്രന്ഥം മുബാറക്കായ, അനുഗ്രഹീതമായ, എമ്പാടും ബർക്കത്തുകളുള്ള, ഉലമാക്കൾ പറഞ്ഞതുപോലെ ഐ കസീറുൽ ബറക, ധാരാളം ബർക്കത്തുള്ള ഗ്രന്ഥമാണ്. എന്നാൽ ആ ബർക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുക എപ്പോഴാണ്? ഫത്തബിഊഹു, നിങ്ങൾ അതിനെ ഇത്തിബാഅ് ചെയ്യണം. നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഖുർആനിൽ പഠിപ്പിച്ചതനുസരിച്ച് ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തുകയും വേണം. അങ്ങനെയാണെങ്കിൽ വത്തഖൂ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരും. അങ്ങനെ തഖ്വയും പരിശുദ്ധ ഖുർആൻ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതവും നിങ്ങൾ നയിച്ചാലോ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം, അഥവാ സ്വർഗപ്രവേശം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ബർക്കത്തുള്ളതായി തീരുന്നത് എപ്പോഴാണ്? ഞാനും നിങ്ങളും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി തീരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു വ്യക്തി വരും. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, ഖുർആൻ ഓതിയിട്ടുണ്ട്, വതഅല്ലമഹു, അത് പഠിച്ചിട്ടുണ്ട്, വഅമില ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഖിയാമത്ത് നാളിൽ പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം അയാളുടെ തലയിൽ അല്ലാഹു അണിയിച്ചു കൊടുക്കും.
ആ പ്രകാശത്തിന്റെ പ്രത്യേകത സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. അതിന്റെ പ്രകാശം അങ്ങനെ പ്രകാശിക്കുന്ന നീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ തലയിൽ വെച്ചു കൊടുക്കും. പക്ഷെ എന്താണ് കണ്ടീഷൻ? മൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതണം, വതഅല്ലമഹു, എന്നിട്ടത് പഠിക്കണം, വഅമില ബിഹി, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുകയും വേണം. ഇങ്ങനെ ഖുർആൻ വായിച്ചും പഠിച്ചും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ബർക്കത്ത് നൽകും. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ ഒരു കിരീടം അയാളുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല വയുൽബിസ വാലിദാഹു ഹുല്ലതാൻ, അവരുടെ മാതാപിതാക്കൾക്ക് പോലും അല്ലാഹു 2 ഉടയാടകൾ നൽകും. ലാ യുഖവ്വമു ലഹുമാ അദ്ദുനിയ, ദുനിയാവിലുള്ളതൊന്നും അതിന് പകരമാവുകയില്ല. അപ്പോൾ ആ മാതാപിതാക്കൾ ചോദിക്കും, ബിമ ഖുസീന ഹാദാ, എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉടയാട, മനോഹരമായ 2 വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ നൽകിയത്? പറയപ്പെടും, ബി അഖ്ലി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താൽ, നിങ്ങൾ അവരെ പഠിപ്പിച്ചത് കാരണത്താൽ അല്ലാഹു നിങ്ങളെയും ബഹുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഖിയാമത്ത് നാളിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബം, ആദരിക്കപ്പെടുന്ന ഒരു കുടുംബം, വാപ്പയും ഉമ്മയും മകനും അവിടെ ആദരിക്കപ്പെടുന്നു. കിരീടങ്ങളില്ലാതെ, വസ്ത്രം പോലുമില്ലാതെ, ഒരു ചാൻ മേലെ സൂര്യൻ കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖാറിന്റെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ കിരീടവും വസ്ത്രവും ഇവരെ അണിയിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ യഹ്തജ്ജു ലിസാഹിബിഹി, തന്റെ സാഹിബിന് വേണ്ടി വാദിച്ചുകൊണ്ട് ഖുർആൻ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ അടുത്ത് വരും. എന്നിട്ട് പറയും, അല്ലാഹുവേ യാ റബ്ബി ഹല്ലി, ഈ വ്യക്തിക്ക് നീ വസ്ത്രങ്ങൾ നൽകണമേ റബ്ബേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുൽബസു താജൽ കറാമ, കറാമത്തിന്റെ കിരീടം അണിയിച്ചു കൊടുക്കും. വീണ്ടും ഖുർആൻ പറയും, യാ റബ്ബി സിദ്ഹു ഫയുൽബസു ഹുല്ലത്തൽ കറാമ, വീണ്ടും കറാമത്തിന്റെ വസ്ത്രം അണിയിപ്പിച്ചു കൊടുക്കും. വീണ്ടും ഖുർആൻ പറയും, യാ റബ്ബി ഇർവാൻ, അല്ലാഹുവേ ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടണമേ. ഫയർവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ തൃപ്തിപ്പെടും. വീണ്ടും അല്ലാഹു ആ സാഹിബുൽ ഖുർആനിനോട് പറയും, ഇഖ്റ വറഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഖുർആൻ ഓതി സ്വർഗ്ഗത്തിന്റെ ദറജയിലേക്ക് കയറിപ്പോയിക്കോ. തീർച്ചയായും നീ അവസാനം ഓതുന്ന ആയത്ത് എവിടെയാണോ അവസാനിക്കുന്നത്, സ്വർഗ്ഗത്തിൽ നിന്റെ വീട് അവിടെയായിരിക്കും, അവിടെ നിനക്ക് താമസിക്കാം. അപ്പോൾ എത്ര ആയത്തുകൾ നീ പഠിച്ചിട്ടുണ്ടോ അതനുസരിച്ചാണോ നീ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ച് നിനക്ക് പരലോകത്ത് പ്രതിഫലമുണ്ടാകും, സ്വർഗ്ഗത്തിൽ ദർജയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പക്ഷേ ആ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച ഒരു പ്രയോഗത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. യജീഉ സാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ സാഹിബ്, ഖുർആനിന്റെ കൂട്ടുകാരൻ ഖിയാമത്ത് നാളിൽ വരുമെന്നാണ്. ആരായിരിക്കും ഖുർആനിന്റെ കൂട്ടുകാരൻ? അത് ഖുർആനിനെ നോക്കിയാൽ അറിയാൻ സാധിക്കും ഖുർആനിന്റെ കൂട്ടുകാരൻ ആരായിരിക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരാളെ മനസ്സിലാവണമെങ്കിൽ അയാളുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ നിലവാരം മനസ്സിലാകും. ഒരാൾ താൻ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അയാളുടെ നിലവാരത്തിലായിരിക്കും ആ മറ്റേ കൂട്ടുകാരന്റെ അവസ്ഥ. എങ്കിൽ ഖുർആനിന്റെ കൂട്ടുകാരൻ എത്ര നല്ല ആളായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാരണം നബിയുടെ കൂട്ടുകാരൻ ഖുർആനായിരുന്നു, സാഹിബുൽ ഖുർആനാണ്, ഖുർആനിന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ സംസ്കാരം ആ കൂട്ടുകാരനിൽ കാണാം. എങ്കിലേ ഖുർആനിന്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ പാടുള്ളൂ. എന്നാൽ കള്ളുകുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, പലിശ വാങ്ങുന്ന, പലിശ കൊടുക്കുന്ന, ശിർക്ക് ചെയ്യുന്ന, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന, വൃത്തികേടുകൾ പറയുന്ന ഒരാൾക്ക് ഞാൻ ഖുർആനിന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് ഖുർആനിനെ അപമാനിക്കലാണ്, അത് ഖുർആനിനെ തരം താഴ്ത്തലാണ്. മറിച്ച് ഞാൻ ഖുർആനിന്റെ ആളാണ്, സാഹിബാണ് എന്ന് പറയണമെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വഭാവവും സംസ്കാരവും നന്മയും ശരിയായ തൗഹീദും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കേവലം ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്കുള്ളതല്ല പ്രതിഫലം, മറിച്ച് ഖുർആനിന്റെ കൂട്ടുകാരൻ എന്ന് പറയപ്പെടാൻ അർഹത ലഭിക്കുന്ന ആളുകൾക്കാണ് ആ സൗഭാഗ്യമുണ്ടാവുക എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നു. മറ്റൊരു ഹദീസാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അൽ മാഹിറു ഫിൽ ഖുർആൻ
മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. പരിശുദ്ധ ഖുർആനിൽ നൈപുണ്യമുള്ള, ഖുർആനിനെ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കിറാമുൽ ബററ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉന്നതരായ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്നാണ്. അവരുടെ ദറജയിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ട് അവർക്കുണ്ടാകും എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടി ഓതുക എന്നത് മാത്രമല്ല, ഹർഫുകൾ കൃത്യമായി പാരായണം ചെയ്യാൻ അറിയുന്നു എന്നത് മാത്രമല്ല, അതുകൊണ്ട് മാത്രം മലക്കുകളുടെ കൂട്ടുകാരനാവാൻ കഴിയില്ല. കാരണം മലക്കുകൾ ഉന്നതരാണ്. ഉന്നതമായ മുഖറബീങ്ങളായ മലക്കുകൾ ഒരു ചീത്ത വ്യക്തിയുടെ കൂടെ ഒരിക്കലും കൂടുകയില്ല. തോന്നിവാസങ്ങൾ പറയുന്ന, പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, ഹറാമുകൾ ഭക്ഷിക്കുന്ന ആളുകളുടെ കൂടെ ഒരിക്കലും മലക്കുകൾ ഉണ്ടാകുകയില്ല. എന്തിന് പറയണം? ചിത്രങ്ങളുള്ള വീട് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും തിരിച്ചു പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന് പറഞ്ഞ കാരണം, താങ്കളുടെ വീട്ടിൽ ഒരു നായ പ്രവേശിച്ചിരുന്നു, നായ ഉള്ളിടത്തേക്ക് ഞങ്ങൾ വരികയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. അത്രത്തോളം ശ്രദ്ധിക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരാണ് മലക്കുകൾ. ആ മലക്കുകളുടെ കൂട്ടുകാരനായിരിക്കും ഖുർആനിന്റെ ആള് എന്ന് പറഞ്ഞാൽ, ആ മലക്കുകളുടെ കൂടെ കൂടാൻ മാത്രമുള്ള ഉന്നതമായ സ്വഭാവവും സംസ്കാരവും അയാൾക്കുണ്ടായിരിക്കണം. എങ്കിലേ അവരുടെ കൂടെ കൂടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉലമാക്കൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളുടെ കവിതീർണമായ ഈ അനുഗ്രഹീതമായ ഗ്രന്ഥത്തിന്റെ സാഹിബുകളാവുവാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന ലില്ലാഹി സുബ്ഹാനഹു വ തആല അഹ്ലീൻ. അള്ളാഹുവിന് ചില ആളുകളുണ്ട്, മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു ചില ആളുകളെ തന്റെ കൂട്ടുകാരായി സ്വീകരിക്കും, അതല്ലെങ്കിൽ തന്റെ ആളുകളായി സ്വീകരിക്കും. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ആ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു. അവർ ഖുർആനിന്റെ ആളുകളാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. എപ്പോഴാണ് ഒരു അടിമക്ക് അള്ളാഹുവിന്റെ ആളായി തീരാൻ കഴിയുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന, ഏറ്റവും കടുത്ത അപരാധമായ ശിർക്ക് ചെയ്യുന്ന, ബിദ്അത്തുകൾ ചെയ്യുന്ന, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ആളാവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ്, മഹാനാണ്. മോശമായ ആളുകളെ എന്റെ ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിശേഷിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ആളുകളാവുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ ഓതുകയും വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമേ ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ ബർക്കത്തുള്ള ഗ്രന്ഥമാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥത്തിൽ സംശയമില്ല. തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഗ്രന്ഥം മാർഗദർശനം നൽകും. തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഗ്രന്ഥം ബർക്കത്താണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഉ. നിങ്ങൾ ഖുർആനിനെ ഇത്തിബാ ചെയ്ത് ജീവിക്കണം. വത്തഖൂ, അങ്ങനെ തഖ്വയുള്ളവരായി തീരണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും റഹ്മത്ത് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാനും നിങ്ങളും യഥാർത്ഥ ഖുർആനിന്റെ ആളുകളായി തീരുക. എങ്ങനെയാണ് യഥാർത്ഥ ഖുർആനിന്റെ ആളായി തീരാൻ സാധിക്കുന്നത്? ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഉന്നതമായ വിശ്വാസവും സ്വഭാവവും സംസ്കാരങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾക്ക് ഖുർആനിന്റെ ആളുകളായി തീരാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാൻ ഉറക്കത്തിലായിരിക്കെ രണ്ട് മലക്കുകൾ, അത് ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ടുപോയി ഖബറിലെ ശിക്ഷകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്.
ആദ്യം തന്നെ കൊണ്ടുപോയ വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ ഇദാ അതാന അലാ റജുലിൻ മുതജിഇൻ, ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു, വഇദാ ആഖർ ഖായിമുൻ അലൈഹി ബിസഖറത്തിൻ, എന്നാൽ മറ്റൊരാൾ ഒരു വലിയ കല്ലും പിടിച്ച് ഇയാളുടെ തലയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒരാൾ കിടക്കുകയാണ്, വലിയ ഒരു കല്ലും പിടിച്ച് തലയുടെ ഭാഗത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. ഫഇദാ ഹുവ യഹ്വി ബിസ്സഖറതി ലിറഅസിഹി ഫയൽഗസു റഅസഹു, ആ വലിയ കല്ലുകൊണ്ട് ഈ മനുഷ്യന്റെ തലയിലേക്ക് ആ കല്ല് എറിയുകയും അങ്ങനെ അയാളുടെ തല പൊട്ടിപ്പിളർന്നു പോവുകയും ചെയ്യുന്നു. എന്നിട്ട് ആ കല്ല് ഉരുണ്ടു പോകുമ്പോ ഈ വ്യക്തി അതെടുത്തു കൊണ്ടുവരും. ലാ യർജിഉ ഇലൈഹി ഹത്താ യസിഹ റഅസുഹു കമാ കാൻ, എന്നിട്ട് ആ കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഇയാളുടെ തല വീണ്ടും ആദ്യത്തെ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടാകും. വീണ്ടും എറിയുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്ന് പറഞ്ഞാൽ അത് ഖബറിലെ ശിക്ഷയാണ് എന്നർത്ഥം. ഖബറിലെ മരണാനന്തരമുള്ള ശിക്ഷയാണ്. ഒരു വ്യക്തിയെ കിടത്തിയിട്ട് ഒരു വലിയ പാറക്കല്ലുകൊണ്ട് തല എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇത് ഒരു സങ്കല്പമല്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയ ഹഖീഖത്താണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്, സ്വപ്നമല്ല, കേവലമായ സ്വപ്നമല്ല. വഹി, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹിയാണ്. അങ്ങനെ തല പുലർത്തിക്കൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ. മലക്കുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, ആരാണിത്, എന്താണ് ഇവർ ചെയ്ത കുറ്റം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്ന മറുപടി, ഹാദർ റജുൽ യഖുദുൽ ഖുർആന ഫയർഫമുഹു വയനാമു അനിസ് സ്വലവാത്തിൽ മക്തൂബാത്ത്. ഖുർആൻ ഓതുന്ന ആളായിരുന്നു, ഖുർആൻ പഠിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഖുർആനിന്റെ ആശയങ്ങളെ അയാൾ നിരാകരിച്ചു. ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ അയാൾ തയ്യാറായില്ല. ഫയർഫമു, ഖുർആനിന്റെ കൽപ്പനകളൊക്കെ അയാൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. വയനാമു അനിസ് സ്വലവാത്തിൽ മക്തൂബാത്ത്, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കാതെ കടന്നുറങ്ങിയ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത, ഖുർആനിൽ വിശ്വാസമില്ലാത്ത പൂർണ്ണ നിഷേധികളായ കാഫറുകളെ കുറിച്ചല്ല പറയുന്നത്, മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഖുർആൻ ഓതാറുണ്ട്, ഖുർആനിനെ കുറിച്ച് അറിയാം, ഖുർആനിന്റെ അധ്യാപനങ്ങൾ അറിയാം, എന്നാൽ അതനുസരിച്ച് ജീവിക്കാനോ കൃത്യമായി 5 നേരം നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന ആളുകളാകുന്നു അവർ എന്നത് ഞാനും നിങ്ങളും ചിന്തിക്കുക. ഞാനും നിങ്ങളും ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു കാര്യം തന്നെ. മറ്റൊരു റിവായത്തിലുള്ളത്, നാമ അൻഹു ബില്ലൈൽ വലം യഅമൽ ബിഹി ഫിന്നഹാർ, രാത്രിയിൽ അയാൾ ഖുർആൻ ഓതി നമസ്കരിച്ചില്ല, പകല് ഖുർആനിന്റെ തത്വമനുസരിച്ച് അയാൾ ജീവിച്ചതുമില്ല. ഖുർആനിന്റെ ആളാണ്, അത് ഓതിയിട്ടുണ്ട്, അറിയാം, പക്ഷെ അതനുസരിച്ച് ജീവിക്കാൻ അയാൾ തയ്യാറായില്ല. അയാൾക്കുള്ള ശിക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും രക്ഷ, സമാധാനം, ശാന്തി അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ജനങ്ങളെ തഅല്ലമു സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിക്കണം. ഓതാനല്ല പറഞ്ഞത്, ഇഖ്റഉ എന്നല്ല പറഞ്ഞത്, തഅല്ലമു, ബഖറ പഠിക്കണം. കാരണം ഫഇന്ന അഖ്ദഹ ബറക വതർകഹ ഹസറ വലാ യസ്തതിഉഹ അൽബതല, സൂറത്തുൽ ബഖറ പഠിക്കൽ ബർക്കത്താണ്, അത് ഒഴിവാക്കൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. ഞാനും നിങ്ങളും ആ നഷ്ടക്കച്ചവടത്തിലാണോ എന്ന് ചിന്തിക്കുക. സൂറത്തുൽ ബഖറ അർത്ഥസഹിതം പഠിക്കാതിരിക്കൽ, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും, സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ ജീവിതത്തിലെ നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പഠിക്കൽ ജീവിതത്തിലെ വലിയ ബർക്കത്തുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ദുർമന്ത്രവാദികൾക്കും സാഹിറുകൾക്കും സൂറത്തുൽ ബഖറ പഠിച്ച ഒരു വ്യക്തിയെ കീഴടക്കാൻ സാധ്യമല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ അല്പസമയം മൗനം പാലിച്ചിട്ട് വീണ്ടും പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ വ ആലി ഇമ്രാൻ, നിങ്ങൾ സൂറത്തുൽ ബഖറയും പഠിക്കണം, സൂറത്തു ആലി ഇമ്രാനും പഠിക്കണം. കാരണം ഫഇന്നഹുമാ സഹ്റാവാൻ, 2 പ്രകാശങ്ങളാണ് ആ 2 അധ്യായങ്ങൾ, 2 പ്രകാശങ്ങളാണ്. ആ 2 പ്രകാശങ്ങൾ ഖിയാമത്ത് നാളിൽ വരും. കഅന്നഹുമാ ഗമാമതാനി ഔ ഗയായതാനി ഔ ഫുർഖാനി മിൻ ഖൈരിൻ സവാഫ്, നിങ്ങൾക്ക് തണൽ നൽകുന്ന 2 മേഘക്കൂട്ടങ്ങളായി, പക്ഷികളുടെ കൂട്ടങ്ങളെ പോലെ, മേഘങ്ങളുടെ കൂട്ടങ്ങളെ പോലെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് തണൽ നൽകാൻ
സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമത്തി ഹീന യൻഷഖു അൻഹു ഖബ്റുഹു കർറജുലി ഷാഹിബ്. ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഖുർആൻ വരും. എങ്ങനെ? അല്ലാഹു ഖുർആനിന്റെ തിലാവത്തിന്റെ രൂപം മാറ്റിയിട്ട് ക്ഷീണിതനായ ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഖുർആൻ നമ്മളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, ഹൽ താരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയാമോ? അന്ന് ആരോരും നമ്മളെ സഹായിക്കാനില്ലാത്ത നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും നമ്മളുടെ ഇണകളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ നേതാക്കളും നമ്മളുടെ അനുയായികളും ഒക്കെ നമ്മളെ പിരിഞ്ഞു ഓടിപ്പോകുന്ന ഒരു ദിവസം, ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ നമ്മളെ തേടി ഒരാൾ വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഹൽ താരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയാമോ? നമ്മൾ പറയും, ലാ ആരിഫു, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഖുർആൻ പറയും, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അദ്മഅതുക ഫിൽ ഹവാജിർ വഅസ്ഹർതുക ബില്ലൈൽ. പകലിൽ നീ ഞാൻ കാരണം നോമ്പ് നോറ്റ് ക്ഷീണിതനായിട്ടുണ്ട്, രാത്രിയിൽ നീ ഞാൻ കാരണം ഉറക്കമൊഴിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിന്റെ കൂട്ടുകാരനായിരുന്നു, രാത്രിയിലും പകലിലും ഞാനായിരുന്നു നിന്റെ കൂടെ. അങ്ങനെയുള്ള നിന്റെ കൂട്ടുകാരനാണ് ഞാൻ. ഇന്ന് നിന്റെ മാതാപിതാക്കൾ നിന്നെ വിട്ട് ഓടിപ്പോയിട്ടുണ്ട്, എല്ലാവരും ഓടിപ്പോയിട്ടുണ്ട്. പക്ഷേ നിന്റെ സാഹിബായ ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കുവാനുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഖുർആൻ പറയും, ഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതി. ഓരോ കച്ചവടക്കാരും അവരുടെ കച്ചവടത്തിന്റെ പിന്നാലെയാണ്. ഗ്രോസറിക്കാർ അതിന്റെ പിന്നാലെ, കച്ചീരിയക്കാർ അതിന്റെ പിന്നാലെ, ടെക്സ്റ്റൈൽസുകാർ അതിന്റെ പിന്നാലെ, മറ്റ് എന്തെല്ലാം കച്ചവടമാണോ നടക്കുന്നത്, ഫ്രൂട്ട്സുകാർ അതിന്റെ പിന്നാലെ, മത്സ്യബന്ധനക്കാർ അതിന്റെ പിന്നാലെ. ഓരോ കച്ചവടക്കാരനും അതാണ് പ്രാധാന്യം. എന്താണ് നിങ്ങൾ ഖുർആൻ പഠിക്കാൻ വരാത്തത്? കടയിൽ തിരക്കാണ്. എന്താണ് നിങ്ങൾ ദീന് പഠിക്കാൻ വരാത്തത്? അങ്ങനെയുള്ള പല ബിസിനസിന്റെ തിരക്കുകളും അവർ പറയും. എന്നാൽ ഇന്ന് നീ നിന്റെ തിജാറത്തിന്റെ കൂടെയാണ്. ആ തിജാറത്ത് ഖുർആനായിരുന്നു. വഇന്നകൽ യൗമ മിൻ വറാഇ കുല്ലി തിജാറ. നിന്റെ തിജാറത്ത്, നിന്റെ കച്ചവടം ഖുർആനോട്ടായിരുന്നു, അത് പഠിക്കലായിരുന്നു, അതനുസരിച്ച് ജീവിക്കലായിരുന്നു. അതുകൊണ്ട് നീ ഇന്ന് എന്റെ കൂടെയാണ്. ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ അതിന്റെ പിന്നാലെയാണ്. ഇന്ന് നീ എന്റെ കൂടെയാണ്, ഖുർആൻ എന്റെ കൂടെയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഫയുഅ്താലഹു അൽ മുൽക്ക്, ഖിയാമത്ത് നാളിൽ രാജാധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്നതാണ്. എന്ത് രാജാധിപത്യം? സ്വർഗ്ഗത്തിൽ വലിയ ഒരു ലോകം. വയുഅ്താൽ ഖുൽദ്, ഒരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതം. ഫയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, തലയിൽ ബഹുമാനത്തിന്റെ കിരീടവും അല്ലാഹു അണിയിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആനിന്റെ ശുപാർശ കാരണം. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതി പഠിച്ച് ജീവിക്കൂ. ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. ആരോരുമില്ലാത്ത ഭയാനകരമായ ഒരു ദിവസത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ കൂടണം, ആരെ കൂട്ടുകാരനായി സ്വീകരിക്കണമെന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരു ഉപകാരവും തരാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകണോ? അതല്ല ഖിയാമത്ത് നാളിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ കൂടെയാവണമോ ഞാനും നിങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കണം. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന, നമസ്കാരം നിലനിർത്തുന്ന, സദഖ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തിന്റെ പിന്നാലെയാണവർ. ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ നശിച്ചു പോകുന്ന, ഇവിടെ തന്നെ തീർന്നു പോകുന്ന, തന്റെ പിൻഗാമികൾക്ക് വിട്ടേച്ചു പോകേണ്ടുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ പിന്നാലെയാണ്. കോടികൾ അവർ സമ്പാദിക്കുന്നു. ആർക്കു വേണ്ടി? 6 അടി മണ്ണേ അവസാനം ഉണ്ടാവുകയുള്ളൂ. ഖബറിൽ നമ്മളും നമ്മളുടെ അമലും ഒരു ബിസിനസ്സും നമ്മൾ സമ്പാദിച്ച ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. മറിച്ച് നമ്മൾ ഖുർആനിന്റെ പിന്നാലെയാണെങ്കിൽ, നമസ്കാരത്തിന്റെ പിന്നാലെയാണെങ്കിൽ, നന്മകളുടെ പിന്നാലെയാണെങ്കിൽ, യർജൂൻ, അവർ ആഗ്രഹിക്കുന്നത് തൻതബൂർ, അതൊരിക്കലും നഷ്ടമാകൂല. നഷ്ടമില്ലാത്ത കച്ചവടം ഈ മഹത്തായ ഗ്രന്ഥമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ഗ്രന്ഥം പാരായണം ചെയ്യുക, അത് പഠിക്കുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഈ ലോകത്തും പരലോകത്തും ഖബറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ബർക്കത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه.
اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.